നമുക്കിന്നത് കണ്ണൂർ വരെ പോയാലോ? ഞാൻ കണ്ണൂർ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടോ പോകുന്നത്. കണ്ണൂർ ബൈപ്പാസ് അടിപൊളി റോഡ് കേട്ടോ. റോഡിനേക്കാളും ഭംഗി നമ്മുടെ സൈഡിൽ നിൽക്കുന്ന തെങ്ങും മരങ്ങളൊക്കെ കാണാനായിട്ട്. നമ്മുടെ കൊച്ചു കേരളം എത്ര സുന്ദരല്ലേ. ആദ്യം ഞങ്ങൾ പോയത് സെയിൻറ്റ് ഏഞ്ചലോ ഫോർട്ട് അല്ലെങ്കിൽ കണ്ണൂർ കോട്ട. അവിടെ ഇഷ്ടികയൊക്കെ ഉണ്ടാക്കുന്നത് കാണാട്ടോ. എന്തായാലും 1505 പോർച്ചുഗീസുകാർ ഉണ്ടാക്കി വെച്ച സംഭവം ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസിന് മാത്രമല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് വൈബടിക്കാൻ പോയിരിക്കാനും നല്ല സ്ഥലമാണ്. മമ്മിയൊക്കെ പറയാ ഇത്രയും വർഷം പഴക്കമായിട്ടും എന്തൊരു ഉറപ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾക്കൊക്കെയെന്ന്. എന്തായാലും 1505 പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയെങ്കിലും ബ്രിട്ടീഷുകാർ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കൈയടക്കി അവിടെ ഒരു സൈനിക താവളമായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര കാം ആൻഡ് പ്ലസന്റ് അറ്റ്മോസ്ഫിയർ നമുക്ക് ചുറ്റും സൃഷ്ടിക്കുന്ന പോലെ എനിക്ക് തോന്നി അവിടെ ചെന്നപ്പോൾ. എന്തായാലും കണ്ണൂർ ഫോർട്ടിൽ പോകാത്തവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കണ്ണൂരുകാർ എന്തായാലും പോയിരിക്കണം കേട്ടോ. കണ്ണൂർ കോട്ട കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴി തന്നെയാണ് അവിടുത്തെ മിലിറ്ററി കണ്ടോൺമെന്റ് ഏരിയ. അവിടെ ട്രെയിനിങ് പരിപാടികളൊക്കെ നടക്കുന്നത് കാണാം കേട്ടോ. പിന്നെ കണ്ണൂർ കോക്ടെയിൽ കഴിക്കാതെ ഇങ്ങനെ തിരിച്ചു പോവാ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കസിൻസിനൊക്കെ കൂട്ടി കോക്ടെയിലൊക്കെ കുടിച്ചു കഴിഞ്ഞ് നേരെ പയ്യാമ്പലം ബീച്ച് കാണാൻ, സൺസെറ്റ് കാണാനായിട്ട് വിട്ടു. എന്നും സൺസെറ്റ് കാണുമ്പം പുതിയൊരു സംഭവം കാണുന്ന പോലെ ഒരു റിഫ്രഷിങ് ഫീൽ തരും. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലൈറ്റ് ഹൗസും ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് കേട്ടോ. രാത്രി 8 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു. രാത്രി ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഓരോ നാടിനും അതിൻ്റെതായിട്ടുള്ള ഓരോരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവില്ലേ. കണ്ണൂർ നീക്കുമ്പോൾ എനിക്ക് എന്തോ അവിടുത്തെ പൊളിറ്റിക്സ് ഓർമ്മ വരുന്നത്. പിന്നെ ട്രെയിൻ മോഡലുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു കോഴിക്കോടിനെ തിരിച്ചു.